ഒരു മിനിറ്റ് കൊണ്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്ലോസുകൾ പഠിച്ചാലോ. ഒന്നാമത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ നെയിം ക്ലോസ് ആണ്. എന്താണ് നെയിം ക്ലോസ്? അതായത് നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് നെയിം ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെയിം ക്ലോസിൽ വരുന്നത്. രണ്ടാമത്തത് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് അല്ലെങ്കിൽ അസോസിയേഷൻ ക്ലോസ് എന്ന് പറയും. അതായത് നമ്മൾ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ട് എന്നുള്ള ഡിക്ലറേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് അല്ലെങ്കിൽ അസോസിയേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത് ക്യാപിറ്റൽ ക്ലോസ് ആണ്. എന്താണ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് വെച്ചാൽ കമ്പനിയിൽ എത്രത്തോളം ക്യാപിറ്റൽ റേസ് ചെയ്യണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്ത് ക്യാപിറ്റൽ ക്ലോസ്. നെക്സ്റ്റ് വൺ ലയബിലിറ്റി ക്ലോസ് ആണ്. പറഞ്ഞാൽ എത്രത്തോളം പെൻഡിങ് ഷെയർസിന്റെ ലയബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ലയബിലിറ്റി ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. കമ്പനി എന്ത് ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന് സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ക്ലോസ്. ആൻഡ് ഫൈനൽ വൺ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ക്ലോസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് അല്ലെങ്കിൽ ഡൊമിസൈൽ ക്ലോസ് എന്ന് പറയും. അതായത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡിക്ലറേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ക്ലോസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയും.